Simplex method, it's another way of solving LPP. അതിൽ നമ്മൾ സിംപ്ലെക്സ് ടേബിളിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് CJ, YB ആൻഡ് XB. CJ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫംഗ്ഷനാണോ മാക്സിമൈസോ മിനിമൈസ് ചെയ്യേണ്ട അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിലുള്ള വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ത് CJ. YB എന്ന് പറയുന്നത് ബേസിക് വേരിയബിൾസ്. നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻസ് ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ സ്ലാക്കും സർപ്ലസ് വേരിയബിൾസ് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുന്ന സ്ലാക്കും സർപ്ലസ് വേരിയബിൾസാണ് നമ്മൾ ബേസിക് വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. XB എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഓഫ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺസ്ട്രെയിൻസിൽ RHSൽ തന്നിരിക്കുന്ന വാല്യൂസാണ് എന്ത് XB. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമ്മൾ സിംപ്ലെക്സ് ടേബിളിൽ ഉപയോഗിക്കുന്നത്, CJ, YB ആൻഡ് XB. എന്നിട്ട് നമ്മൾ ഡെൽറ്റ ജെ എന്ന് പറഞ്ഞൊരു വാല്യൂ കാണും, ZJ മൈനസ് CJ. അതാണ് ഡെൽറ്റ ജെ. എല്ലാ ഡെൽറ്റ ജെകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമുക്ക് നമ്മുടെ വേരിയബിൾസിൻ്റെ വാല്യൂ കിട്ടും. ഇഫ് all of the delta j is not equal to 0, then we will find a improved solution. Improved solution കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉള്ള സിംപ്ലെക്സ് ടേബിളിൽ നിന്ന് ഇൻകമിങ് വെക്ടർ കണ്ടുപിടിക്കും. ഇൻകമിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ കണ്ടുപിടിക്കുമല്ലോ, ആ ഡെൽറ്റ ജെയിൽ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് വരുന്ന ഡെൽറ്റ ജെ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ആയിരിക്കും നിങ്ങളുടെ ഇൻകമിങ് വെക്ടർ എന്ന് പറയുന്നത്. അതേമാതിരി ലീവിങ് വെക്ടർ എന്ന് വെച്ചാൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. റേഷ്യോ ഈക്വൽ ടു XB, ദാറ്റ് ഈസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ കീ കോളം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേഷ്യോ കിട്ടും. ഇതിൻ്റെ മിനിമം റേഷ്യോയിൽ മിനിമം ആയിട്ട് വരുന്ന പോസിറ്റീവ് വാല്യൂ ആണ് നിങ്ങളുടെ ലീവിങ് വെക്ടർ. ഈ ഇൻകമിങ് വെക്ടറും ലീവിങ് വെക്ടറും കാണണം. അപ്പം നമുക്ക് ഇൻകമിങ് വെക്ടർ എന്ന് വെച്ചാൽ കോളം, ലീവിങ് വെക്ടർ എന്ന് വെച്ചാൽ റോയും ആയിരിക്കും. ഈ കോളത്തിൻ്റെയും റോയിൻ്റെയും ഇൻ്റർസെക്ഷനിൽ ഒരു എലമെൻറ്റ് വരും, അതാണ് നിങ്ങളുടെ കീ എലമെൻറ്റ്. കണ്ടോ, കീ എലമെൻറ്റ് ഇസ് ദ എലമെൻറ്റ് ഇൻ ദ ഇൻ്റർസെക്ഷൻ ഓഫ് കീ റോ ആൻഡ് കീ കോളം. എന്നിട്ട് നമ്മൾ അപ്പോൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലെങ്കിൽ പുതിയ സിംപ്ലെക്സ് ടേബിൾ കണ്ടുപിടിക്കും. പുതിയ സിംപ്ലെക്സ് ടേബിൾ കണ്ടുപിടിക്കാനായിട്ട് ആ സിംപ്ലെക്സ് ടേബിളിൽ ഉപയോഗിക്കുന്ന എല്ലാം പുതിയ എലമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പുതിയ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. ഓൾഡ് എലമെൻറ്റ് ഇൻറ്റു കീ എലമെൻറ്റ് മൈനസ് എലമെൻറ്റ് ഓഫ് കീ റോ ഇൻറ്റു എലമെൻറ്റ് ഓഫ് കീ കോളം ബൈ കീ എലമെൻറ്റ്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇത്രയും ബേസിക് ടേംസ് ആണ് നമ്മൾ സിംപ്ലെക്സ് മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ വേണ്ടത്. Solve the LPP using Simplex method. Maximize Z equal to 7x1 plus 5x2 subject to x1 plus x2 less than or equal to 6, 4x1 plus 3x2 less than or equal to 12, where x1, x2 greater than or equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ LPP. ഇതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണ്. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ആണെങ്കിൽ നമുക്ക് മിനിമൈസേഷനെ മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഞാൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ മാക്സിമൈസേഷൻ ആയത് കാരണം നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പാണ്. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ടിംഗ് constraints, let this constraint be equation 1 and this be 2, 1 and 2 to equations. ഞാൻ പറഞ്ഞായിരുന്നു കൺസ്ട്രെയിൻസിന് എപ്പോഴും ഇക്വേഷൻസ് ആയിട്ട് മാറ്റുമ്പോൾ നമ്മൾ വേരിയബിൾസ് ആഡ് ചെയ്യും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയത് കാരണം എന്താണ്, സ്ലാക്ക് വേരിയബിൾസ് ആണ് ആഡ് ചെയ്യണത്. സ്ലാക്ക് വേരിയബിൾസ് S1 and S2 സ്ലാക്ക് വേരിയബിൾസ് ആർ ആഡഡ്. കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻസ് ആയിട്ട് മാറ്റുമ്പോൾ ആഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എന്ത്, സ്ലാക്ക് വേരിയബിൾസ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയത് കാരണം സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ സ്ലാക്ക് വേരിയബിൾസ് S1, ഈ ഇക്വേഷനിൽ സ്ലാക്ക് വേരിയബിൾസ് S2. കൺസ്ട്രെയിൻസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെ വേരിയബിൾസ് ആണോ അതൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ LPP എന്താകും, മാക്സിമൈസ് Z ഈക്വൽ ടു 7x1 പ്ലസ് 5x2 പ്ലസ് S1ഉം S2ഉം നമ്മൾ എടുക്കുന്ന വേരിയബിൾസാണ്. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എപ്പോഴും 0 ആക്കി എടുക്കുക. 0s1 പ്ലസ് 0s2 subject to constraint 4x1 plus
3x2. ആദ്യത്തെ കൺസ്ട്രെയിൻ ഇത് സെക്കൻഡ് കൺസ്ട്രെയിൻ ആണ്, കുഴപ്പമില്ല. 4x1 plus 3x2 plus s2 equal to 12. ഫസ്റ്റ് കൺസ്ട്രെയിൻ ഞാൻ എഴുതുവാണ്, x1 plus x2 plus s1 equal to 6. ഇത് ഇവിടെ നമ്മുടെ എല്ലാ വേരിയബിൾസും എഴുതാം, x1 x2 പിന്നെ സർപ്ലസ് വേരിയബിൾ s1 s2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മനസ്സിലായി? അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ വേരിയബിൾസ് ആഡ് ചെയ്യണം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയത് കാരണം നമ്മളെടുത്ത വേരിയബിൾസ് s1ഉം s2ഉം സ്ലാക്ക് വേരിയബിൾസ്. ഇവിടെ കൺസ്ട്രെയിൻസിൽ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണ വേരിയബിൾസ് ആഡ് ചെയ്യുന്നത് കറസ്പോണ്ടിംഗ്ലി എവിടെ ആഡ് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും ആഡ് ചെയ്യണം. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഞാൻ 0 ആയിട്ട് എടുത്ത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി പുതിയ സിംപ്ലെക്സ് ടേബിൾ വരയ്ക്കുക. സിംപ്ലെക്സ് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ CJ YB XB എടുക്കണം എന്ന്. അപ്പോൾ ഇവിടുത്തെ CJ ഏതാണ്? CJ മീൻസ് coefficient of variables in the objective function. ഇവിടുത്തെ CJകൾ ഏതായിരിക്കും? 7 5 0 0. മനസ്സിലായ? 7 5 0 0. XB means XB is the values of basic feasible solution. എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസിൽ RHSന്റെ വാല്യൂ ആണ് നിങ്ങളുടെ XB, that is 6 and 12. YB is your base variables added. Here YB is S1 and S2. ഇനി നമുക്ക് സിംപ്ലെക്സ് ടേബിൾ വരയ്ക്കാം. അപ്പം സിംപ്ലെക്സ് ടേബിളിൽ വരയ്ക്കേണ്ട കോളം CB XB YB. CB എന്ന് പറഞ്ഞാൽ ബേസിക് വേരിയബിൾസ് എന്ന് വെച്ചാൽ സ്ലാക്ക് വേരിയബിൾസ്, അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് CB. XB എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസിലെ LHS. YB എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ബേസ് സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ S1 S2. CJ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് CJ. അപ്പോൾ ഇനി എങ്ങനെയാണ് വരയ്ക്കണേന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും? ആ സിംപ്ലെക്സ് ടേബിളിലേക്ക് അങ്ങോട്ട് എഴുതും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിംപ്ലെക്സ് ടേബിൾ. ഞാൻ പറഞ്ഞു CB ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ആണ് YB, ദാറ്റ് ഈസ് S1 and S2. ബേസിക് വേരിയബിൾസ് S1 and S2. S1ൻ്റെയും S2ൻ്റെയും കോയിഫിഷ്യൻ്റ് എന്താണ്? 0 അല്ലേ? അപ്പോൾ അത് 0. XB എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂസ് ഇൻ ദി RHS of the constraints, that is 6 and 12. ഇനി ഇതൊക്കെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വേരിയബിൾസ് അങ്ങനെ തന്നെ എഴുതാം, x1 x2 s1 s2. ഇനി കൺസ്ട്രെയിൻസിൽ x1ൻ്റെയും x2ൻ്റെയും s1ൻ്റെയും s2ൻ്റെയും എന്ത് ചെയ്യണം? കോയിഫിഷ്യൻസ് എഴുതാം. ജസ്റ്റ് ഞാൻ പേജ് മറിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് കൺസ്ട്രെയിൻ x1ൻ്റെ കോയിഫിഷ്യൻ 1, x2ൻ്റെ കോയിഫിഷ്യൻ 1, s1ൻ്റെ കോയിഫിഷ്യൻ 1. ഇവിടെ s2 ഇല്ല, അപ്പോൾ s2ൻ്റെ കോയിഫിഷ്യൻ എന്താ? 0. അതേമാതിരി സെക്കൻഡ് കൺസ്ട്രെയിനിൽ x1ൻ്റെ കോയിഫിഷ്യൻ 4, x2ൻ്റെ കോയിഫിഷ്യൻ 3. ഇവിടെ s1 ഇല്ല, ദഫർ s1ൻ്റെ കോയിഫിഷ്യൻ 0 ആൻഡ് s2ൻ്റെ കോയിഫിഷ്യൻ 1. അതങ്ങനെ തന്നെ അവിടെ എടുത്തെഴുതണം. ദാറ്റ് ഈസ് 1 1 1. s2 ഇല്ലാത്ത കാരണം അവിടെ 0. സെക്കൻഡ് കൺസ്ട്രെയിൻ വരുമ്പോൾ x1ൻ്റെ കോയിഫിഷ്യൻ 4, x2ൻ്റെ കോയിഫിഷ്യൻ 3, ഇതിൻ്റെ 0, ഇവിടെ 1. അപ്പോൾ ഇത്രയും എഴുതാം. ഇനി ഈ ZJ കണ്ടുപിടിക്കണം. ഈ ZJ എന്ന് പറയുന്നത് ഓരോ CB ഇൻറ്റു x1 പ്ലസ് രണ്ടാമത്തെ റോയിലെ CB ഇൻറ്റു x1. മനസ്സിലായ? ദാറ്റ് ഈസ് ZJ ഈക്വൽ ടു സിഗ്മ CB AIJ. ഇതൊക്കെയാണ് നിങ്ങളുടെ AIJs. CB ഇൻറ്റു AIJ പ്ലസ് ഈ CB ഇൻറ്റു ദിസ് AIJ. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ CB എന്ന് പറയുന്നത് 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 4. അപ്പോൾ എന്ത് വാല്യൂ കിട്ടും? 0. അതേമാതിരി ഇവിടെ 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3, അവിടെയും 0.
0 into 1 plus 0 into 0. 0, 0 into 0, 0 plus 0 into 1, 0. ഇതാണ് ZJ. ZJ എങ്ങനെ വന്നത്? ഫസ്റ്റ് ZJ എന്ന് പറയുന്നത് 0 into 1 minus 0 into 4. പിന്നെ വന്നത് 0 into S1 minus 0 into 3. അങ്ങനെയാണ് ZJയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യണം? ഡെൽറ്റ ജെയുടെ വാല്യൂ. അതിനു മുമ്പ് CJ ഞാനിവിടെ എഴുതാൻ മറന്നു. CJ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കോയിഫിഷ്യന്റ് വേരിയബിൾസ് ആണ് CJ. അപ്പോൾ x1ന്റെ കോയിഫിഷ്യന്റ് ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് 7. x2ന്റെ കോയിഫിഷ്യന്റ് 5. S1ന്റെയും S2ന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോയിഫിഷ്യന്റ് 0. അപ്പോൾ ഇതാണ് നിങ്ങളുടെ CJ, ഇതാണ് നിങ്ങളുടെ ഡെൽറ്റ ജെ. ഇനി എന്ത് ചെയ്യുക? ഓരോ ഡെൽറ്റ ജെയും കണ്ടുപിടിക്കുക. ഡെൽറ്റ ജെ എന്ന് വെച്ചാൽ ZJ മൈനസ് CJ. 0 മൈനസ് 7 മൈനസ് 7, 0 മൈനസ് 5 minus 5, 0 minus 0, 0, 0 minus 0, 0. ഇനി ഡെൽറ്റ ജെ നോക്കിയേ, എല്ലാ ഡെൽറ്റ ജെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ എന്താണ്? സൊല്യൂഷൻ ഒപ്റ്റിമൽ ആകും. പക്ഷേ സിൻസ് ഡെൽറ്റ ജെ നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ. സൊല്യൂഷൻ എന്താണ്? ഒപ്റ്റിമൽ അല്ല. ഇവിടെ കാരണം -7ഉം -5 എന്താണ്? നെഗറ്റീവ് വാല്യൂസ് വന്നത് കാരണം ഡെൽറ്റ ജെ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല. therefore solution is not optimal. so we have to find the next improved solution. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻകമിങ് വെക്ടറും ലീവിങ് വെക്ടറും കണ്ടുപിടിക്കണം. ഇൻകമിങ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ ഈ ഡെൽറ്റ ജെയിൽ ഇതാണ് ഡെൽറ്റ ജെ. ഈ ഡെൽറ്റ ജെയിൽ -7ഉം -5ഉം ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സൈൻ നോക്കാതെ ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ മാത്രം കൺസിഡർ ചെയ്തിട്ട് നോക്കുക. ദാറ്റ് ഈസ് 7 അല്ലേ വലുത്. അപ്പോൾ ഈ -7 ആണ് ഹയസ്റ്റ് നെഗറ്റീവ്. അങ്ങനെയാണ് നോക്കേണ്ടത്. എങ്ങനെയാണ്? നെഗറ്റീവ് വാല്യൂസിൽ എടുക്കുക, പക്ഷേ സൈൻ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ന്യൂമറിക്കൽ വാല്യൂ ഏതാണോ വലുത് അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ -7 ആണ് നിങ്ങളുടെ ഹയസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഉണ്ടാ. ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വെക്ടർ ഇല്ലേ x1, ദിസ് ഈസ് യുവർ ഇൻകമിങ് വെക്ടർ. x1 is your incoming vector. അപ്പോൾ ഹയസ്റ്റ് നെഗറ്റീവ് മീൻസ് -7 ആൻഡ് ദി കോളം കറസ്പോണ്ടിങ് ടു -7 is your incoming vector. ഇനി നമുക്ക് റോ കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? XB ഡിവൈഡഡ് ബൈ കീ കോളം. ഇതിനെയാണ് എന്ത് പറയുന്നത്? കീ കോളം. ഓരോ XBസും കീ കോളം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. ദാറ്റ് ഈസ് ഈ ഫസ്റ്റത്തെ റേഷ്യോ മീൻസ് ഇവിടുത്തെ XB 6, ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ കീ കോളത്തിലെ കറസ്പോണ്ടിങ് എലമെന്റ് 1, ദാറ്റ് ഈസ് 6 by 1, 6. ആൻഡ് സെക്കൻഡ് വൺ XB 12 and 12 divided by 4, which is equal to 3. So 6 and 3 is your ratio, and the minimum ratio ഇതിൽ മിനിമം ആയിട്ടുള്ള പോസിറ്റീവ് റേഷ്യോ, രണ്ടും റേഷ്യോസ് പോസിറ്റീവ് ആയത് കാരണം ഇതിൽ ഏത് റേഷ്യോ ആണോ മിനിമം, ആ മിനിമം റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആണ് നിങ്ങളുടെ കീ റോ. സിൻസ് 3 is the minimum, this is your key, this is your key row. ഉണ്ടാ, കീ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോയിൽ ഏതാണോ മിനിമം ആ മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആണ് കീ റോ. കീ കോളം മീൻസ് ഡെൽറ്റ ജെ വാല്യൂവിൽ ഏതാണോ ഹയസ്റ്റ് നെഗറ്റീവ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ആണ് നിങ്ങളുടെ കീ കോളം. ഇനി കീ എലമെന്റ് ഞാൻ പറഞ്ഞായിരുന്നു, കീ റോന്റെയും കീ കോളത്തിന്റെയും ഇന്റർസെക്ഷൻ എലമെന്റ്. കണ്ടാ, കീ കോളം ഇത്, കീ റോ ഇത്, ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്താ? 4 അല്ലേ. therefore your key element is 4. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? പുതിയ സിംപ്ലെക്സ് ടേബിൾ കണ്ടുപിടിക്കണം. പുതിയ സിംപ്ലെക്സ് ടേബിൾ കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂ എലമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. അത് ഞാൻ എഴുതി കഴിഞ്ഞ പേജിൽ ഞാൻ എഴുതി തന്നായിരുന്നു. ദാറ്റ് ഈസ് ഓൾഡ് എലമെന്റ് ഇൻറ്റു കീ എലമെന്റ് മൈനസ് എലമെന്റ് ഓഫ് കീ റോ minus element of key column by key element. ഇതാണ് നിങ്ങൾ പുതിയ സിംപ്ലെക്സ് ടേബിൾ കണ്ടുപിടിക്കാനായിട്ട് പുതിയ എല്ലാ എലമെന്റ്സും കണ്ടുപിടിക്കണം.
അതാണ് ഈ ഫോമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഇവിടെ കീ റോ കണ്ടോ? ഈ കീ റോന് പകരം പുതിയ എലമെന്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ കീ റോന് അങ്ങനെ തന്നെ കീ എലമെന്റ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? പുതിയ സിംപ്ലെക്സ് ടേബിളിൽ രണ്ടാമത്തെ റോയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ കീ റോന് പഴയ ടേബിളില് ഈ കീ റോ അങ്ങനെ തന്നെ കീ എലമെന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 12/4 3, 4/4 1, ഇവിടെ 3/4 ആകും, ഇവിടെ 0 ആകും, ഇത് 1/4 ആകും. അങ്ങനെയാണ് ചെയ്യുന്നത്.